നമസ്കാരം. ഞങ്ങൾക്കൊരു നിയോഗമുണ്ട്, അതിനനുയോജ്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ഞങ്ങളെ നയിക്കുന്നത്. ശൈലികമരെ ആരംഭിക്കുന്നു. പതിവ് പോലെ ചില കണക്കുകൾ, വസ്തുതകൾ, പോർട്ടിൻ്റെ വികസനം ഇവയൊക്കെ പറയാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇന്നലെ അജുൻ പീറ്റർ, സ്ഥിരമായി എഴുതുന്ന ആളാണ്, അജുൻ പീറ്ററിൻ്റെ ഒരു കുറിപ്പ് കണ്ടപ്പോൾ കുറച്ച് ക്ലാരിറ്റി അത് സംബന്ധിച്ച് വരുത്തണമെന്ന് തോന്നി. ടിൽ നൗ നോട്ട് ഓപ്പണിംഗ് ദ ഗേറ്റ് വാസ് യുവർ പ്രോബ്ലം. ഇന്നലെ വരെ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ തലവേദന ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. When the gate opening date was published, you started your next demand. അതിൻ്റെ ഓഗസ്റ്റ് 18 എന്നുള്ള തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇനിയൊന്നും പറയാനില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ നിങ്ങൾ അടുത്ത ഡിമാൻഡ് ഉന്നയിച്ചു തുടങ്ങി. ശ്രീ അജുൻ പീറ്ററിന് നന്ദിയുണ്ട്. കാരണം ഇത്തരം കുറച്ച് കാര്യങ്ങൾ എഡിറ്റോറിയലൈസ് ചെയ്യുമെന്ന് പറയും. നമ്മുടെ നയങ്ങൾ വ്യക്തമാക്കാൻ അധികം ശ്രമിക്കാറില്ല, അതിന് അവസരവും കിട്ടാറില്ല. ഇത് അത്തരത്തിലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഞങ്ങളുടെ ലക്ഷ്യം ഒരു തുറമുഖം മാത്രമല്ല. നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ സാമ്പത്തിക വിമോചനമാണ്. ഇന്ത്യയുടെ തെറ്റിദ്ധരിക്കേണ്ട, തിരുവനന്തപുരത്തിൻ്റെ അല്ല, കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ സാമ്പത്തിക വിമോചനമാണ്. അങ്ങനെ ഒരു വിമോചനത്തിന് കേരളത്തിന് കഴിയും എന്ന് ബോധ്യമായത് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഞാൻ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത്, 90കളുടെ തുടക്കമായിരിക്കും, 90കളുടെ തുടക്കത്തിൽ പലരും എന്നെ കാണാൻ വരാറുണ്ട്. ഓരോ ആഴ്ചയും ഈ പരിപാടി അവതരിപ്പിച്ച് കഴിയുമ്പോൾ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. പലരും വരും, സംസാരിക്കും, അവരുടെ പ്രശ്നങ്ങൾ പറയും. ആത്യന്തികമായി ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളുടെയൊക്കെ രത്നച്ചുരുക്കം ഒരു സാമ്പത്തികത്തിൽ വന്ന് നിൽക്കും. കുറച്ച് സാമ്പത്തികം ഉണ്ടെങ്കിൽ അവരുടെ ആ പ്രശ്നം ഏതെങ്കിലും വിധത്തിൽ പരിഹരിക്കാൻ പറ്റും. വിശദാംശങ്ങൾ പറഞ്ഞാൽ ധാരാളമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനിങ്ങനെ ഓരോ ആഴ്ചയും ഓരോ കഥ പറഞ്ഞു പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജനങ്ങളുടെ ദുരിതം ഒരു വിധത്തിലും അവസാനിക്കുന്നില്ല, അതിങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ ഒരു സാമ്പത്തിക പരിഹാരം ഈ രാജ്യത്തുണ്ടോ, നമ്മുടെ സംസ്ഥാനത്തുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഈ തുറമുഖത്തിലോട്ട് നയിച്ചത്. തുറമുഖം എന്ന് പറയുമ്പോൾ അതൊരു വിജയിച്ച മോഡലാണ്. എല്ലാവർക്കും ഇപ്പോൾ അതിൻ്റെ എന്താണ് പറയുക, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഒരുപാട് പിതാക്കന്മാരുണ്ട് പ്രൊജക്റ്റിന്. പക്ഷേ ഫെയിലിയർ ഇസ് ആൻ ഓർഫൻ, അനാഥനാണ്. പരാജയങ്ങൾക്ക് ആരും അവകാശികളില്ല. ഞാൻ പക്ഷെ പരാജയത്തിൻ്റെ ഒരു അവകാശിയാണ്. തുറമുഖത്തിലോട്ട് വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ എല്ലാ റിസോഴ്സും, ഇൻക്ലൂഡിങ് കരിമണൽ ഉൾപ്പെടെയുള്ള എല്ലാ റിസോഴ്സും എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ, അവരുടെ കയ്യിൽ എങ്ങനെ കുറച്ച് കാശെത്തിക്കാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് അന്ന് വരെ ഇല്ലാത്ത തരത്തിൽ തേങ്ങ, നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്താണ്? തേങ്ങ. എനിക്ക് തോന്നുന്നൊരു 18 കോടി തെങ്ങുണ്ട് എന്നൊരു ഓർമ്മ ആദ്യകാലത്തെ ഗവേഷണത്തിൽ നിന്നുള്ള ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. 18 കോടി തെങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതിനകത്ത് നീര ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. കുറെ യാത്രയൊക്കെ അതിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്ന് എഞ്ചിൻ ഓയിൽ എന്നുള്ളൊരു ആശയത്തിന് വേണ്ടി കുറെ പൈസയും കളഞ്ഞ ആളാണ്. എനിക്ക് പൈസ ഉണ്ടായിട്ടില്ല, പലിശയ്ക്ക് എടുത്ത പൈസ എടുത്ത് എഞ്ചിൻ ഓയിൽ നിർമ്മിച്ച് പരീക്ഷണം നടത്തിയ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തപ്പോൾ അതൊന്നും മതിയായ ഗവേഷണം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ കൃത്യമായ റിസർച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ നിന്ന് എഞ്ചിൻ ഓയിലും ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ക്രൂഡ് ടെക്നോളജി ആയിരുന്നത് കൊണ്ടാവാം അതങ്ങ് ക്ലച്ച് പിടിച്ചില്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അത് പരാജയപ്പെട്ട ചരിത്രമായതുകൊണ്ട് അതിൻ്റെ പിതൃത്വം ആർക്കും അവകാശപ്പെടാനില്ല. പിന്നീടാണ് തുറമുഖത്തിലോട്ട് വരുന്നതും തുറമുഖം ഇന്ത്യയുടെ സാമ്പത്തിക വിമോചനത്തിന് കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ് 3 പതിറ്റാണ്ടോളം കാലം അതിൻ്റെ പിന്നാലെ കൂടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോൾ തുറമുഖം അതിൻ്റെ ഒരു റോഡ് മാപ്പൊക്കെ കൃത്യമായി 2028 57 ലക്ഷം കണ്ടെയ്നർ, അതൊക്കെ സാധിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഞങ്ങൾ 10 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ തുറമുഖത്തിന്റെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശവും ഡിമാൻഡുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 10 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ചരക്ക് ഉൽപ്പാദിപ്പിക്കണം.
മാനുഫാക്ചറിങ് കൂട്ടാതെ നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള സാമ്പത്തിക വിമോചനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും കാർഷിക മേഖലയും വ്യവസായ മേഖലയും ഒക്കെ ഒരുപാട് ഉണരാനുണ്ട്. ഈ കാർഷിക മേഖല പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ ഇവിടെ നിന്ന് കാസർഗോഡ് ഒക്കെ പലപ്പോഴും ഒക്കെ പോകുമ്പോഴൊക്കെ ഇരുവശങ്ങളിലും ഒരുപാട് ജലാശയം പാഴായി കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവയൊക്കെ ഒന്നാന്തരം മത്സ്യം വളർത്തൽ കേന്ദ്രമായാൽ ലോകം മുഴുവൻ നമുക്കിന്ന് ഈ മത്സ്യമായിട്ട് വേണ്ട, അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായി കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ഇഷ്ടം പോലെ മഴയും വെള്ളവും നദികളും ഒക്കെ ഉള്ള ഒരു പ്രദേശമായ സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഇനി വേണം. അതുപോലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഏറ്റവും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയം. എൻ്റെ ഓർമ്മയാണ് ശശി തരൂർ, ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്, പക്ഷേ ശശി തരൂർ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ച ആളാണ്. നിങ്ങൾക്കറിയാം, രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് പിടിച്ച ആളാണ്. കാരണം എന്താണ്? തലസ്ഥാനം രക്ഷപ്പെടണം, വിഴിഞ്ഞം തുറമുഖം രക്ഷപ്പെടണം. അപ്പോൾ BJPയും കോൺഗ്രസിനെയും ഒക്കെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനല്ല. ജനങ്ങളുടെ ക്ഷേമമാണ് എൻ്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ രാഷ്ട്രീയം. അതിന് അധികാരത്തിൽ ഏത് പാർട്ടി വരുന്നോ, ഇടതുപക്ഷത്തെയും പിന്തുണച്ചല്ലോ. ഞങ്ങൾ ആദ്യത്തെ 5 വർഷം പിണറായി സർക്കാരിനെയും പിന്തുണച്ചവരാണ്. പിന്നീട് തലസ്ഥാനത്തിന് ഒറ്റുകൊടുക്കുന്ന നടപടികൾ ബോധ്യമായപ്പോഴാണ് പിണറായി സർക്കാരിനെ വിമർശിച്ചു തുടങ്ങിയത്. ഇവിടെ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ 10 കോടി കണ്ടെയ്നർ എന്ന് പറയുന്ന വലിയ സ്വപ്നത്തിലോട്ട് പോകുന്നതിനോടൊപ്പം ദിവസേന കടന്നു പോകുന്ന 200 കപ്പലുകൾക്ക് വേണ്ട മെയിൻ്റനൻസ് കേന്ദ്രം, കപ്പൽശാല രണ്ടാമതാണ്, മെയിൻ്റനൻസ് കേന്ദ്രം അടിയന്തരമായി വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്കിൽഡ് ലേബേഴ്സ്, വെൽഡേഴ്സ്, സാധാരണ ITI പഠിച്ചവർ, പോളിടെക്നിക് എഞ്ചിനീയേഴ്സ്, ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന തരത്തിൽ അതിനെ മാറ്റാൻ പറ്റും. അതോടൊപ്പം കയറ്റുമതി, ഇപ്പൊ തിരുവനന്തപുരത്ത് ബ്രഹ്മോസിന്റെ ഒരു വലിയ കേന്ദ്രം വരികയാണ്. ആ ബ്രഹ്മോസിനോടൊപ്പം പുതിയ ഒരാശയം അവതരിപ്പിക്കാൻ, അതിന്റെ താല്പര്യമുള്ള ആളുകൾ ന്യൂസ് ലെറ്റർ, തിങ്കളാഴ്ച രാവിലെ ഇറങ്ങുന്ന ന്യൂസ് ലെറ്റർ നിർബന്ധമായും വാങ്ങി വായിക്കണം. ഒരു വലിയ അത്ഭുതം നമ്മുടെ തുറമുഖത്ത് സംഭവിക്കാൻ പോവുകയാണ്. അനന്തയിൽ ആദ്യത്തെ ആകാശക്കപ്പൽ. ബാക്കിയൊക്കെ ന്യൂസ് ലെറ്ററിൽ വായിച്ചു മനസ്സിലാക്കുക. നമ്മൾ എവിടെയും അവസാനിപ്പിക്കുന്നില്ല. ഒരു തുറമുഖം പണിതു 57 ലക്ഷം കണ്ടെയ്നർ എന്നുള്ളതിൽ അവസാനിപ്പിക്കുന്നില്ല. അടുത്ത പടിയിലോട്ടും അടുത്ത ഘട്ടത്തിലോട്ടും കടക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ആദ്യമായി അനന്തയിൽ ആകാശക്കപ്പൽ. ആ കഥ പുതിയതാണത്. കൂടുതൽ വിശദമായിട്ട് വായിക്കണമെങ്കിൽ ന്യൂസ് ലെറ്ററിൽ തന്നെ വായിക്കണം. ഒരുപാട് സാങ്കേതിക കാര്യങ്ങളുണ്ട്. ഒരു പുതിയ സ്വപ്നമാണ്. ദയവേത് ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതൊരു ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്താനാണ്. ഉൽപാദനത്തിൻ്റെയും വാല്യൂ അഡീഷൻ്റെയും ഒരു സംസ്കാരം രൂപപ്പെടുത്തുക. അതിനുവേണ്ടി ഒരു കാറ്റലിസ്റ്റാണ് നമ്മുടെ തുറമുഖം. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവരി തൂണിലും തുരുമ്പിലും നമുക്ക് എന്തെങ്കിലും വാല്യൂ അഡീഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. മെത്തനോൾ എന്ന് പറയുന്നതും ബയോ LNG എന്ന് പറയുന്നതും, ഇപ്പൊ ഞാൻ ഈ റെക്കോർഡിങ്ങിലോട്ട് വരുന്നതിന് മുമ്പ് തമിഴ്നാട് മുഖ്യമന്ത്രി ബയോഗ്യാസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സന്ദർശിക്കാൻ പോകുന്നതിന്റെ വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നത് കാണാൻ പറ്റിയിട്ടില്ല. എങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി, പെട്രോൾ വേണമെന്നില്ല, നമുക്ക് പെട്രോളിനേക്കാൾ മികച്ച വിഭവങ്ങൾ നമുക്കുണ്ട്. വെള്ളം കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വലിയ നോട്ട് തയ്യാറാക്കിയ എൻ്റെ ഒരു സുഹൃത്ത് കപിൽ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തരം ഉൽപാദനത്തിലോട്ടും കടക്കാൻ കഴിയുന്ന ഒരു സംസ്കാരം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിലൂടെ ഞങ്ങൾ ലക്ഷ്യമിട്ടത്. അത് തിരുവനന്തപുരത്ത് തുടങ്ങണം, അത് കഴിഞ്ഞ് കേരളം മുഴുവൻ വ്യാപിക്കണം, തമിഴ്നാട് വ്യാപിക്കണം, കർണാടകയിലോട്ട് പോകണം, തെലുങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, അങ്ങ് കാശ്മീർ വരെ ഈ ഒരു പുതിയ കൾച്ചർ, ഉൽപാദനത്തിന്റെ കൾച്ചർ, ഉൽപാദനവും കയറ്റുമതിയും, അങ്ങനെ ഒരു കൾച്ചറിലൂടെ സാമ്പത്തികമായി മുന്നേറുക എന്നുള്ളതാണ് ഈ യജ്ഞം. 30 വർഷം മുമ്പ് തുടങ്ങിയ ഈ യജ്ഞം നമ്മുടെ കുട്ടികൾ കെയർ ഗിവേഴ്സായിട്ട് ഒരു നാട്ടിലും പോയി നാണം കെടേണ്ടവരല്ല എന്നുള്ള അഭിമാന ചിന്തയാണ് 30 വർഷം മുമ്പ് ഇത്തരം ഒരു ചിന്തയിലോട്ട് ഞങ്ങളെ നയിച്ചത്. അതുകൊണ്ട് ശ്രീ അജുൻ പീറ്ററിനോട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതാനും അതിലൂടെ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുവാനും അവസരം നൽകിയതിൽ. ഈ പുതിയ സ്വപ്നം, നമ്മൾ താലോലിക്കേണ്ട ഈ പുതിയ സ്വപ്നം, അനന്തയുടെ ആകാശത്ത് പുതിയ ആകാശക്കപ്പൽ എന്ന് പറയുന്നത് ഇനിയുള്ള അടുത്ത 30 വർഷമൊന്നും പോകേണ്ടി വരില്ല. കാരണം അതിൻ്റെ നിലം ഒരുക്കി കഴിഞ്ഞു. ഇനി വളരെ വേഗത്തിൽ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ആദ്യമായി സംഭവിക്കാൻ പോകുന്ന, നമ്മുടെ തുറമുഖവുമായി സംഭവിക്കാൻ പോകുന്ന പുതിയ ഒരു ടെക്നോളജി
ലോകം മുഴുവൻ എത്താൻ പറ്റുന്ന ഒരു ചരക്ക് ഗതാഗതത്തിന്റെ പുതിയ ടെക്നോളജി ഇവിടെ നിന്നാണ് വിത്തിടുന്നത്, വിത്തുപാകുന്നത്. ഓരോരുത്തരും അത് വായിച്ച് മനസ്സിലാക്കി കൂടുതൽ ആഴങ്ങളിലോട്ട് അത് പോകണം. കൂടുതൽ മേന്മകളിലോട്ട് ആ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിലോട്ട് പോവുകയും ഗവൺമെന്റുകളെ കൊണ്ട് അത്തരമൊരു പ്രോജക്റ്റ് നടപ്പാക്കിയെടുക്കുവാനുള്ള സമ്മർദ്ദങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ശ്രീ അർജുൻ പീറ്ററിനോട് പറയുവാനുള്ളത്. ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല. ഗേറ്റ് തുറക്കുന്നതോടുകൂടി ഞങ്ങളുടെ ക്യാമ്പയിൻ അവസാനിക്കുന്നില്ല. പുതിയ പുതിയ തലങ്ങളിലോട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുന്നതുവരെ ഈ യാത്ര സാർത്ഥവാഹക സംഘം തുടർന്നുകൊണ്ടേയിരിക്കും.